ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. കഴിഞ്ഞ ദിവസം പ്രമുഖ ചാനലിൽ ഒരു വാർത്തയുണ്ടായിരുന്നു, കെ.സി. വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കും എന്നും. എന്നാൽ അതേക്കുറിച്ച് അതിനുശേഷം വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ കെ.സി. വേണുഗോപാൽ ഇടപെട്ട് തൽക്കാലം വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാകണം, അതല്ലെങ്കിൽ UDFന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വാർത്ത തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ അത് ഓർമ്മിക്കാൻ ഒരു കാരണമുണ്ട്. കെ. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു. വെറും പറച്ചിലല്ല, ഉറപ്പ് ഉറപ്പ് ഉറപ്പ്, മത്സരിക്കും മത്സരിക്കും മത്സരിക്കും, 110% കണ്ണൂരിൽ മത്സരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിത്വം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് കെ. സുധാകരൻ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കവെയാണ് കെ. സുധാകരൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആ വാക്കുകൾ കേൾക്കാം. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. കണ്ണൂരിൽ കെ. സുധാകരൻ അവസാന നിമിഷം ഉണ്ടോ? 110% ഉണ്ട്. അതിലെന്താ കുഴപ്പം? മത്സരിക്കും. ഓ, ഉറപ്പ് 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 ഉറപ്പ്. കണ്ണൂരിൽ കെ. സുധാകരൻ ഉണ്ടാകും. ആ, കണ്ണൂരിൽ കെ. സുധാകരൻ ഉണ്ടാകും. മത്സരിക്കും 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 മത്സരിക്കും. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ, കാര്യങ്ങളെ കൊണ്ടുവരുവാൻ വലിയ ശ്രമം VD സതീശൻ നടത്തുന്നുണ്ട്. MP-മാർ മത്സരിക്കാൻ തീരുമാനിച്ചാൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കും. കെ.സി. വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? ഒന്ന് കെ.സി. വേണുഗോപാൽ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് VD സതീശന്റെ ആഗ്രഹങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറും. മറ്റൊരാൾ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അടൂർ പ്രകാശാണ്, UDF കൺവീനർ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു MP മത്സരിക്കാൻ തീരുമാനിച്ചാൽ, ഏതെങ്കിലും ഒരു MP-ക്ക് ഹൈക്കമാൻഡ് ഇളവ് നൽകിയാൽ ഉറപ്പായും അടൂർ പ്രകാശും രംഗത്തിറങ്ങും, അദ്ദേഹവും മത്സരിക്കാൻ തയ്യാറാകും. അതും കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കും. ജയിച്ചാൽ മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അടൂർ പ്രകാശും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. മറ്റൊരാൾ കൊടിക്കുന്നിൽ സുരേഷാണ്. ഏറെക്കാലം MP-ആയി ദേശീയ രാഷ്ട്രീയത്തിലാണുള്ളത്. കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ വെറുതെ തിരിച്ചു വന്നാൽ പോരാ, നിയമസഭയിലേക്ക് മത്സരിക്കണം, മത്സരിച്ച് ജയിക്കണം. ജയിച്ചാൽ UDF എങ്ങനെയെങ്കിലും ജയിച്ചു പോയാൽ മന്ത്രിയാകണം. അതാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെയും ആഗ്രഹം. അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. കെ. സുധാകരനും മത്സരിക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിലും മന്ത്രിസ്ഥാനം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മത്സരിക്കുമെന്ന്. സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവായി മാറിയിട്ടുണ്ട് കെ. സുധാകരൻ. ഇനി കെ. സുധാകരന് സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു. ഏതായാലും കോൺഗ്രസിന് വലിയ തലവേദന സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ കെ.സി. വേണുഗോപാലിന് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ കെ.സി. വേണുഗോപാലിന് മാത്രം ഇളവ് നൽകാനും കഴിയില്ല. അങ്ങനെ ഇളവ് നൽകിയാൽ മറ്റെല്ലാ MP-മാരും മത്സരിക്കാൻ രംഗത്ത് വരും. അത് വലിയ തലവേദന കോൺഗ്രസിന് സൃഷ്ടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. MP-മാർ മത്സരിക്കാൻ തയ്യാറാവുന്നത് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്, മുഖ്യമന്ത്രിയാകാനാണ്. അങ്ങനെ തമ്മിലടി കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി എന്ന് പറയാം.